തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഇല്ല, നിർത്തി. കൂടുതൽ പ്ലാനുകളൊക്കെ പാടി ആരെയും വിഷമിപ്പിക്കുന്നില്ല. ശ്രീകുമാരൻ തമ്പി സാറ് എത്രയോ വർഷങ്ങൾക്ക് മുൻപെഴുതിയ വരികളാണ്. ഇന്നും ഓണക്കാലമായാൽ ഇതൊരു 2 വരി മൂളാത്ത മലയാളി ഉണ്ടാവുകയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പാട്ട് എപ്പോൾ കേട്ടാലും ഓണക്കാലം മനസ്സിലെത്താത്ത മലയാളി ഉണ്ടാവുകയില്ല. പൊക്കിൾക്കൊടി ബന്ധം പോലെ ജന്മം കൊണ്ട് നമ്മളിൽ ഉറഞ്ഞുയർന്നതാണ് ഓണം എന്ന വികാരം. ഓരോ മലയാളികളുടെയും സിരകളിൽ ഓണം നിറഞ്ഞു നിൽക്കുന്നു. ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കടുപ്പത്തിൽ ഒരു കഥയുടെ ഈ എഡിഷനിൽ നമുക്ക് ഇത്തിരി ഓണവിശേഷങ്ങൾ ഒന്ന് നോക്കാം. വർഷാദ്യം കലണ്ടർ വന്നാൽ മുതിർന്നവർ സാധാരണയായി ആദ്യം മറിച്ചു നോക്കുന്നത് ചിങ്ങമാസത്തിൻ്റെ പേജാണ്. ഓണത്തിൻ്റെ തീയതി, ദിവസം ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. വെറുതെ ആരോടെങ്കിലും ഓണം ഇന്ന ദിവസമാണ് എന്ന് ഇടയ്ക്കൊന്ന് പറയാം. വെറുതെ ആണെങ്കിലും ഓണം ഓർക്കുന്നതിൽ ഒരു സുഖമുണ്ട്. ആ സുഖം വീണ്ടും വീണ്ടും അറിയാനാണ് അവധിക്കാലങ്ങളോ ദിനങ്ങളോ ഒന്നും തങ്ങളെ ബാധിക്കാത്ത സമയവും പ്രായവും ആയാലും ചിങ്ങമാസം നോക്കി വയ്ക്കുന്നത്. സാധാരണഗതിയിൽ കർക്കിടകത്തിലെ അലോസരപ്പെടുത്തുന്ന കാലാവസ്ഥകളൊക്കെ മാറി ചിങ്ങം പിറക്കുന്നതോടെ തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷവും ആകാശവുമാണ്. ഇത്തവണ കാലാവസ്ഥയിലെ പ്രത്യേകതകൾ കൊണ്ട് മഴ മാറാതെ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഓണ ഫീൽ എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് എന്നറിയില്ല. ഓണം എന്നത് നിറവാണ്, സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നിറവ്. മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിൽ ഓണം മുൻപേ തന്നെ ആഘോഷിച്ചിരുന്നതായി സംഘകാല രചനകളിൽ പരാമർശിക്കുന്നുണ്ട്. മധുരൈ കാഞ്ചി എന്ന സംഘകാല രചനയിലെ 590 മുതലുള്ള അടികളിലാണ് ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ഓണം പലർക്കും പലതാണ്. ചിലർക്കത് ഓണക്കോടിയുടെ നറുമണമാകുമ്പോൾ മറ്റു ചിലർക്ക് ഓണക്കാലത്ത് ശ്രുതിമധുരമായ ഗാനങ്ങളുമായി തരംഗിണി ഇറക്കിയിരുന്ന ഉത്സവ ഗാനങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും പറമ്പുകളിലും തലപ്പന്ത് കളിച്ചു തിമിർത്തിരുന്ന ബാല്യം ചിലരുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ മറ്റു ചിലർക്ക് മനസ്സിൽ തങ്ങുന്നത് രസിച്ചുല്ലസിച്ചിരുന്ന ഊഞ്ഞാലാട്ടമാണ്. കുപ്പായ കീശയിൽ നിറച്ചിരുന്ന സ്വാദിഷ്ടമായ ഉപ്പേരിയും ശർക്കര പുരട്ടിയും ചീടയും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. വേട്ടക്കാരനും പുലിയും ഓണപ്പൊട്ടനും ഒക്കെ ഓർമ്മയിൽ എത്തി നോക്കുന്നതിനൊപ്പം സുന്ദരിമാരുടെ കൈകൊട്ടിക്കളി പലരുടെയും ഗൃഹാതുരത്വമാകുന്നു. എന്നാൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ആർക്കും ഓണം വരുന്നു എന്ന ഓർമ്മിപ്പിക്കലിൽ മനസ്സിൽ തെളിയുന്ന നിരവധി ഇമേജുകളിൽ ആദ്യ സ്ഥാനം പൂക്കളത്തിനാവും. മുൻപൊക്കെ ഓണക്കാല ആനന്ദങ്ങളിൽ പ്രധാനമാണ് പുലർച്ചയ്ക്ക് സംഘം ചേർന്ന് കുട്ടികൾ പൂ പറിക്കാനായി പോകുന്നത്. ഇന്നിപ്പോൾ നാടൻ പൂക്കളുമില്ല, പോകാൻ കുട്ടികൾക്ക് സമയവുമില്ല. അതിനൊപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ പൂ പറിക്കാൻ കുട്ടികളെ വിടാനുള്ള സുരക്ഷിതത്വവുമില്ല. അതുകൊണ്ടെന്താ, മറ്റുള്ള സാധനങ്ങൾക്കൊപ്പം വീട്ടിലെത്തുന്ന ഒരു ഓണ കൊമോഡിറ്റി ആയിരിക്കുന്നു പൂക്കളും. ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് മഹാബലി ചക്രവർത്തിയുടെ രാജ്യ തലസ്ഥാനമായിരുന്ന തൃക്കാക്കരയിലാണ്. മഹാബലിയെ പരീക്ഷിക്കാൻ ബാലകനായി വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം എന്ന നിലയിലാണ് തൃക്കാക്കര എന്ന് വിളിക്കുന്നത്. തൃക്കാൽക്കര ലോപിച്ച് തൃക്കാക്കര ആയതാണ്. ഓണത്തോടെ എക്കാലവും ഇഴ ചേർന്ന് കിടക്കുന്ന മിത്തിക്കൽ ഇമേജറിയാണ് തൃക്കാക്കരയപ്പൻ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓണത്തിന് വിവിധ തരം പ്രത്യേകതകളാണ്. തൃക്കാക്കരയിൽ തുടങ്ങുന്ന ഓണം തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തോടെ എല്ലാവരിലേക്കും എത്തുന്നു. അത്തച്ചമയത്തിൻ്റെ വർണ്ണാഭമായ ഘോഷയാത്ര ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. ഇതൊക്കെ കാണാതെയും അനുഭവിക്കാതെയും വെറുതെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകരുത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരെത്തുമ്പോൾ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പുലികളി എന്ന നാടൻ കലാരൂപമാണ് കാത്തിരിക്കുന്നത്. പുലിവേഷം കെട്ടി ഉടുക്കിൻ്റെയും തകിലിൻ്റെയും താളത്തിനൊത്ത്
നഗരപ്രദക്ഷിണത്തിനിറങ്ങുന്ന പുലികൾ 4-ാം ഓണത്തിന് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നു. നഗരത്തിലെല്ലാം പുലികൾ നിറയുന്ന ദിവസം. ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഓരോ നാടും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തിനും ചരിത്രത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. ഓണക്കാലത്ത് തിരുവനന്തപുരത്ത് മാത്രം തനതായതാണ് ഓണവില്ല്. ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണ നാളിൽ പുലർച്ചെ സമർപ്പിക്കുന്ന പള്ളിവില്ലാണ് ഓണവില്ല് എന്നറിയപ്പെടുന്നത്. പഞ്ചവർണ്ണങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ സൗമ്യഭാവത്തിലുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് വഞ്ചിയുടെ മാതൃകയിലാണ് ഉണ്ടാക്കുന്നത്. കടമ്പ്, മഹാഗണി തുടങ്ങിയ ദേവഗണത്തിൽപ്പെട്ട മരങ്ങളാൽ ഉണ്ടാക്കുന്ന ഓണവില്ല് കിഴക്കോട്ട് ദർശനമായി വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഓണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സ്ഥലമായ ആറന്മുളയിലെത്തിയാൽ ആസ്വദിക്കാനാവുന്നത് ആറന്മുള വള്ളം കളിയും വള്ളസദ്യയുമാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് വള്ളസദ്യ. വിഭവസമൃദ്ധമായ ഈ സദ്യയിൽ ഏറ്റവും അധികം വിഭവങ്ങൾ, അതായത് 70ഓളം ഇനങ്ങൾ ഒരു സദ്യയിൽ ഒരേ സമയം വിളമ്പുന്നു. 52 കരകളിലെയും പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരെ ആഘോഷപൂർവ്വം സ്വീകരിച്ച ശേഷം അവർക്കായി വഴിപാടായി നടത്തുന്ന സദ്യയാണ് വള്ളസദ്യ. ഈ വഴിപാട് സദ്യയിൽ പാട്ടുപാടി ആവശ്യപ്പെടുന്ന ഏതു വിഭവവും നൽകണമെന്നതാണ് ചിട്ട. തുഴച്ചിൽക്കാർ സംതൃപ്തരായി ഊണ് കഴിഞ്ഞ് മടങ്ങിയാൽ ഭഗവാനും തൃപ്തനാകും. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഉത്രട്ടാതി നാളിലാണ്. പള്ളിയോടങ്ങൾ മനോഹരമായി അലങ്കരിച്ച് അവയുടെ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തുന്നു. തുടർന്നാണ് മത്സര വള്ളംകളി നടക്കുന്നത്. ഇത്രയും പറഞ്ഞതൊക്കെ പ്രാദേശികമായ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചില ഓണ സവിശേഷതകളാണ്. കേരളത്തിൻ്റെ ഏതു ഭാഗത്തും ഓണക്കാലത്ത് പ്രായഭേദമില്ലാതെ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന നിരവധി കലാരൂപങ്ങളുണ്ട്. ദേശഭേദമില്ലാതെ സ്ത്രീകളുടെ പ്രിയപ്പെട്ട ഓണവിനോദമായ തിരുവാതിര സംഗീത ലാസ്യ പ്രധാനമാണ്. മറ്റൊരു കലാരൂപമായ തുമ്പിതുള്ളൽ പാട്ടുകളും ഒപ്പത്തിനുള്ള കൈകൊട്ടലുമായി താളനിബദ്ധം. ഊഞ്ഞാലാട്ടം, പകിടകളി, കിളിത്തട്ട്, എട്ടുകളം, നാടൻ പന്തുകളി, ചീട്ടുകളി, കുട്ടിയും എന്നിങ്ങനെ മുൻകാലങ്ങളിൽ സാധാരണമായിരുന്ന പല ഓണക്കളികളുടെയും പേരുകളെങ്കിലും എല്ലാവരും കേട്ടിട്ടുണ്ടാവണം. ഓണക്കാലത്തോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രാദേശികമായ വള്ളംകളി മത്സരങ്ങൾ എല്ലാവർക്കും വാശിയും ആവേശവും പകരുന്നതാണ്. വള്ളംകളി ഏതായാലും തുഴച്ചിൽക്കാരെയും കാണികളെയും ഒരേപോലെ ത്രസിപ്പിക്കുന്ന മത്സര വീര്യം പകരുന്നതാണ് വള്ളംകളി പാട്ടുകൾ. തുഴയാൻ വള്ളമോ വള്ളമിറക്കാൻ വെള്ളമോ പോലും ഇല്ലാത്ത നാടുകളിൽ വസിക്കുന്ന പ്രവാസികൾ പോലും ഓണമായാൽ വള്ളംകളിപ്പാട്ട് പാടാറുണ്ട്. ഓണക്കാലമായാൽ ഒരു 2 വരി വള്ളപ്പാട്ടെങ്കിലും മൂളാത്ത മലയാളി ഉണ്ടാവും സംശയമാണ്. അത്തത്തോടെ അരങ്ങുണരുന്ന ഓണാഘോഷങ്ങളിലെ നാടൻ കലാരൂപമാണ് ഓണത്തല്ല്. അവിട്ടത്തല്ല്, കായം കളി എന്നൊക്കെ അറിയപ്പെടുന്ന ഓണത്തല്ല് കളരിപ്പയറ്റിൽ നിന്നാണ് ഉറവെടുത്തത്. പ്രാദേശികമായ ഒരു വൈരത്തിൻ്റെ ഭാഗമായി പാലക്കാടൻ ഗ്രാമമായ പല്ലശ്ശനയിൽ ആരംഭിച്ച ഈ കയ്യാങ്കളി 2 ഭാഗമായി തിരിഞ്ഞ് ആട്ടക്കളത്തിൽ അവതരിപ്പിക്കുന്നതാണ്. പിൽക്കാലത്ത് സാമൂതിരിയുടെ ഇടപെടലോടെയാണ് ഇതിലെ മാത്സര്യമില്ലാതായി വിനോദമായി മാറിയത്. ഈ കായിക വിനോദം ഇന്നും തുടരുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഓണക്കാലമായാൽ ഒഴിവാക്കാനാവാത്ത വിനോദം തന്നെയാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിലെത്തിയാൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം. മഹാബലി സങ്കല്പത്തിൽ ഓണത്താർ എന്ന് വിളിക്കപ്പെടുന്ന ഈ നാട്ടുദൈവത്തെ ഉത്രാടം, തിരുവോണം നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ആടാറുള്ളത്. ഓണത്തെയ്യത്തിലെ സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങൾ, പ്രത്യേകതകൾ, ഏറിയും കുറഞ്ഞും ഇന്നും നിലനിൽക്കുന്ന പഴമയുടെ ഗന്ധമുള്ള അനുഷ്ഠാനങ്ങൾ. കൂട്ടായ്മയുടെ ഉത്സവമായ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എന്തിലും ഈ ഒരു ഐക്യം കാണാവുന്നതാണ്. ഓണസദ്യ, ഓണാഘോഷങ്ങൾ, കളികൾ, മേളങ്ങൾ എല്ലാം തന്നെ ഒരു കൂട്ടം ആളുകൾ ഒരുമിക്കുന്നതാണ്. ഇന്നിപ്പോൾ വേഗതയുടെ ഈ കാലത്തും പോയകാല വിനോദങ്ങളെ ഓർമ്മിപ്പിക്കാനും ഒപ്പം കൂട്ടാനും മാധ്യമങ്ങളും പൊതുജന കൂട്ടായ്മകളും ക്ലബ്ബുകളും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഓണപ്പൂക്കള മത്സരങ്ങളിൽ തുടങ്ങി
കലാകായിക മത്സരങ്ങളും പായസം മേളകളുമായി ഓണക്കാലം നമുക്ക് മുന്നിൽ നിറഞ്ഞാടുകയാണ്. നിങ്ങളില്ലാതെ എന്താഘോഷം? ഈ ചോദ്യം ഓണക്കാലത്ത് ഏറെ പ്രസക്തമാണ്. ഓണസദ്യയുടെ കാര്യമാണ് കേട്ടോ. 24 അതിലധികമോ വിഭവങ്ങൾ ചേരുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ ഓണസദ്യ. വിളവെടുപ്പ് കഴിഞ്ഞുള്ള ആഘോഷമായതുകൊണ്ട് പുന്നെല്ല് കുത്തിയ അരിയുടെ ചോറാണ് പണ്ടൊക്കെ ഓണസദ്യയിൽ വിളമ്പിയിരുന്നത്. വിധി പ്രകാരമുള്ള ഒരു സദ്യയിൽ വേണ്ടത് എരിവ്, പുളി, ഉപ്പ്, മധുരം, ചവർപ്പ് എന്നീ രസങ്ങളാണ്. നമ്മുടെ സദ്യകളുടെ വിഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ രസങ്ങളുടെ കൃത്യമായ ബാലൻസ്. ഓണസദ്യയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉലുവ ധാരാളം ചേർക്കുന്ന ഉലുവ മാങ്ങാക്കറിയും കടുക് വറുക്കുന്ന നാരങ്ങാക്കറിയും ഓണസദ്യയുടെ മാത്രം സ്പെഷ്യലായ തൊടുകറികളാണ്. ഇലയിൽ ഓരോ വിഭവത്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. വിവിധ നിറങ്ങളിലെ വിഭവങ്ങൾ ചിട്ടയനുസരിച്ച് വിളമ്പിയ ഒരില നിറങ്ങളുടെ കൃത്യമായ മിശ്രണം കൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് അതിമനോഹരമാകുന്നു. ആഹാരം ആദ്യം കണ്ണിനെ ആനന്ദിപ്പിക്കണം എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് തോന്നിപ്പോകും. ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും ഓണസദ്യയ്ക്ക് മത്സ്യ മാംസ വിഭവങ്ങൾ പതിവാണ്. എത്രയൊക്കെ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടായാലും ഓണത്തോടടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓണം എന്ന വികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. പ്രകൃതിയിൽ തന്നെ കാണുന്ന മാറ്റങ്ങൾ നോക്കിയാൽ മനസ്സിലാകും പ്രകൃതി ദേവിയും ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന്. ഓണവെയിൽ പരക്കുന്നു, ചെറിയ ചെറിയ ചെടികൾ പോലും പൂവിടുന്നു. അങ്ങനെ ഓണാഘോഷങ്ങളിൽ കാലാനുസൃതമായ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ആചാരങ്ങൾ പലതും മാറിയ കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നു. വള്ളംകളി മത്സരങ്ങളിൽ കണ്ടിരുന്ന വീറും വാശിയും ഇന്ന് ചാനലുകൾ നമുക്ക് മുന്നിൽ മറ്റൊരു രൂപത്തിൽ കാണിക്കുന്നു. പുതിയ സിനിമകളും ഓണാഘോഷ പരിപാടികളും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചുകൊണ്ട് ഓണം കൊഴിപ്പിക്കാൻ പുതിയ കാലത്തിൻ്റെ ഉല്ലാസ രീതികൾ. വാണിജ്യവൽക്കരണത്തിൻ്റെ ഈ പുത്തൻ കാലത്ത് ഓണം വരാറായി എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് അസംഖ്യം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓണം ഓഫർ പരസ്യങ്ങളിൽ നിന്നാണ്. എന്തിനും ഏതിനും കിഴിവാണല്ലോ ഓണക്കാലത്ത്. പഠനത്തിനും ജോലിക്കുമൊക്കെയായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ ഓണമാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു വിങ്ങലുണ്ട്. കാന്തം പോലെ നാട് ആകർഷിക്കുന്ന അനുഭവം. അധിക വില കൊടുത്ത് ഇലയും പൂവും ഒക്കെ വാങ്ങി കഴിയുന്നത്ര കേരള ഫീൽ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ ചേതോവികാരം ഇതാണ്. ചിങ്ങപ്പുലരി പിറക്കാൻ കാത്തിരിക്കുന്ന ഒരു ജനത. ഓണക്കാലത്തെ കേരളക്കരയെ അങ്ങനെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല. എത്രയൊക്കെ വളർന്ന് ഉയരങ്ങളിലെത്തിയാലും നാട്ടിൽ നിന്ന് അകന്ന് ജീവിച്ചാലും ചെറുപ്പകാലത്ത് കണ്ടു ശീലിച്ച ഉത്രാടപ്പാച്ചിൽ ഓർമ്മകളെ തൊടാതെ ഒരു മലയാളിയുടെയും ഓണം കടന്നു പോകില്ല. എത്ര മുതിർന്നാലും ഓണക്കാലമായാൽ നമ്മുടെ ഉള്ളിലെ ഓണക്കോടി ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഉണരാതെ വയ്യ. മഴ എത്ര തകർത്തു പെയ്താലും ഇടയ്ക്ക് തെളിയുന്ന ഓണവെയിലിൽ ഓണത്തുമ്പിക്ക് പറക്കാതെ വയ്യ. ഓണനാളുകളിൽ ഏതു മലയാളിയുടെ ഉള്ളിലും ഓണനിലാവിന് തെളിയാതെ വയ്യ. കാലങ്ങൾ എത്ര മാറി മറിഞ്ഞാലും കേരള തനിമ അങ്ങനെ തന്നെ നിലനിർത്താൻ നമ്മളെ കൊണ്ട് ആവുന്നത്ര നമ്മൾ ശ്രമിക്കും. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ന യൂട്യൂബിൻ്റെ ആപ്തവാക്യം പതിവ് പോലെ പറയുന്നു. അല്പം ചില ഓണവിശേഷങ്ങളും ആ ഒരു ഓണമധുരിമയും നിങ്ങളിലേക്കൊക്കെ എത്തിക്കാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.